CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം 3 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കൊല്ലത്ത് ചേരുകയാണ്. ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുന്ന CPIM 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് 4 ദിവസത്തെ സമ്മേളനം കൊല്ലത്തിൻ്റെ മണ്ണിൽ ചേരുന്നത്. മണ്ണും മനസ്സും ചുവപ്പിച്ചൊരുക്കിയാണ് ചുവപ്പിച്ച് ഒരുക്കിയതാണ് കൊല്ലത്തിൻ്റെ അടിത്തറ. ഈ സമരഭൂമിയിൽ ഇതിനു മുമ്പ് ആതിഥ്യം വഹിച്ച പാർട്ടി സമ്മേളനങ്ങൾ ഈ നാടിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. 1995 ഇതിനു മുമ്പ് സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയായത്. 95 ഫെബ്രുവരി 25 മുതൽ 28 വരെ നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം കൊല്ലത്തെ ടൗൺ ഹാളിലും പൊതുസമ്മേളനം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിലുമായിരുന്നു. അതിനു മുമ്പ് 1971 CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആദ്യമായി നടന്നത്. കൊല്ലം കളക്ട്രേറ്റിന് സമീപത്തെ നെല്ലിമുക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു അന്ന് സമ്മേളനം. 1995 കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉണർവിൽ മുന്നോട്ട് പോയ CPIM അതിനുശേഷമുള്ള കാലയളവിൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം 95 ശേഷം കേരളത്തിൽ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അടിത്തറ കൂടുതൽ ശക്തമാകുന്നതാണ് നാം കണ്ടത്. 30 വർഷത്തിനിടയിൽ വന്ന 6 മന്ത്രിസഭകളിൽ 4 LDF-ൻ്റേതായി എന്ന പ്രത്യേകതയുണ്ട്. കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിന് തുടർച്ച നൽകാൻ ജനങ്ങൾ തയ്യാറായി. 1-ാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി 2-ാം പിണറായി സർക്കാരിലേക്ക് ഉള്ള വരവിൽ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായത്. CPIM മാത്രമല്ല ഈ ഘട്ടത്തിൽ കരുത്താർജിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാകുന്ന കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ കാണുന്നത്. കൂടുതൽ വിപുലമായ ജനകീയ മുന്നണിയായി നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത്. കൊല്ലം ജില്ല ചരിത്രത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത്. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് കൊല്ലം ജില്ലാ രൂപീകരണത്തിൻ്റെ 75ാമത് വാർഷികത്തിൻ്റെ ആഘോഷം നടക്കുന്നത്. ജില്ല 7 പതിറ്റാണ്ടിൻ്റെ പ്രൗഢിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മഹിതമായൊരു ചരിത്രമാണ് ഈ നാടിനുള്ളത്. അതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഒരു കാലത്ത് കൊല്ലമായിരുന്നു തിരുവിതാംകൂറിൻ്റെ പ്രവർത്തന തലസ്ഥാനം എന്നതിൽ നിന്ന് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കൊല്ലത്തിൻ്റെ പങ്ക് നമുക്ക് വേർതിരിച്ചെടുക്കാനാവും എന്ന് ആണ് ഞാൻ കരുതുന്നത്. കൊല്ലം ദേശിങ്ങനാടിൻ്റെ തലസ്ഥാനമായിരുന്നു. പുരാതന തുറമുഖ നഗരം, പ്രസിദ്ധ വാണിജ്യ കേന്ദ്രം എന്നിങ്ങനെ പെരുമയാർജിച്ച കൊല്ലത്ത് എത്താത്ത ദേശക്കാർ ചുരുക്കമാണ്. അറബികൾ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, റോമൻകാർ, ചീനക്കാർ തുടങ്ങിയവരെല്ലാം കൊല്ലത്ത് കച്ചവടത്തിനായി എത്തി. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തമായ പല ഉൽപ്പന്നങ്ങളും ചീനച്ചട്ടിയും ചീനവലയും ചീനഭരണിയും അടക്കം ഉള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചീനക്കാർ കൊണ്ടുവന്നതാണ്. ഇന്ന് കൊല്ലത്തെ ചിന്നക്കടയും ചീനക്കാരുണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ പ്രശസ്തരായ ലോകസഞ്ചാരികൾ കൊല്ലത്തെ സന്ദർശിച്ച് അവരുടെ ലേഖനങ്ങളിൽ, അവരുടെ പുസ്തകങ്ങളിൽ കൊല്ലത്തെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ കൊല്ലം തുറമുഖമായിരുന്നു പ്രധാനപ്പെട്ട ആകർഷണം. ഒരു കാലത്ത് അഷ്ടമുടിക്കായൽ 1-ാം തരം കപ്പൽ നിർമ്മാണ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു എന്നത് തന്നെ ഈ രംഗത്ത് ഈ നാടിൻ്റെ പാരമ്പര്യം എടുത്തു കാണിക്കുന്നതാണ്. വിദേശ ഭാഷകൾക്ക് പുറമെ തമിഴും തെലുങ്കും കന്നഡയും ഗുജറാത്തിയും മറാഠിയും ഉറുദുവും ഹിന്ദുസ്ഥാനിയും തുളുവും സംസാരിക്കുന്നവരുടെ എല്ലാം കൊല്ലത്തെത്തിയ ചരിത്രമുണ്ട്. ഇവരുടെ സാംസ്കാരിക തനിമയുടെ ചെറിയ ഭാഗമെങ്കിലും കൊല്ലത്തും കലർന്നിട്ടുണ്ട്. നമ്മുടെ കുരുമുളക് കൊല്ലം തുറമുഖം വഴി ലോകസഞ്ചാരം തുടങ്ങി. പറങ്കികൾ കൊണ്ടുവന്ന പറങ്കിയണ്ടി എന്ന കശുവണ്ടി അന്നും ഇന്നും കൊല്ലത്തിൻ്റെ മുഖ്യ വ്യവസായമാണ്. വറ്റൽമുളക് മുതൽ പലചരക്കുകളും പച്ചക്കറിയും സ്വർണം, എണ്ണ, തടി തുടങ്ങിയവയെല്ലാം കൊല്ലം വഴിയുള്ള വാണിജ്യത്തിൻ്റെ ഭാഗമായി. നമ്മുടെ നാട്ടിലെ വിളകളാണ് എല്ലാ വൈദേശിക ശക്തികളെയും ഇങ്ങോട്ട് ആകർഷിച്ചതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അത്തരം കടന്നുകയറ്റങ്ങളുടെയും അവയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രം കൂടി നിറഞ്ഞതാണ് കൊല്ലത്തിൻ്റെ ചരിത്രം. ഇന്ത്യയിൽ വിദേശ ശക്തികൾക്കെതിരെ ആദ്യം വാളെടുത്തത് കൊല്ലത്താണ്. AD 1518 കൊല്ലത്തെ നാട്ടുകാരും നായർ സൈന്യവും പറങ്കിപ്പടയ്ക്കെതിരെ യുദ്ധം നടത്തി. പണ്ടകശാലയുടെ സംരക്ഷണത്തിൻ്റെ പേരിൽ പോർച്ചുഗീസുകാർ കെട്ടിപ്പൊക്കിയ കോട്ടയ്ക്കെതിരായി നടന്ന പോരാട്ടം വിവിധ കാരണങ്ങളാൽ പരാജയപ്പെടുകയായിരുന്നു. 1661 തങ്കശ്ശേരി കോട്ട ഡച്ചുകാർ കീഴടക്കിയതോടെയായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊല്ലത്തു നിന്നുള്ള പലായനം തുടങ്ങിയത്. 1809 വേലുത്തമ്പി ദളവ നടത്തിയ സമരമാണ് പൂർണ്ണ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമായി മാറിയതിലൊന്ന്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുകയറ്റമാണെന്ന് കൊല്ലം യുദ്ധത്തിന് കാരണമായത്. ദളവ എന്ന നിലയിൽ വേലുത്തമ്പിയുടെ ആസ്ഥാനവും വസതിയും ഇംഗ്ലീഷുകാരുമായുള്ള പോരാട്ടങ്ങളുടെ രംഗവേദിയും കൊല്ലമായിരുന്നു.
വിദേശികളുമായുള്ള പോരാട്ടത്തിൽ ജനങ്ങളുടെ സർവോന്മുഖമായ പിന്തുണ അഭ്യർത്ഥിച്ച് വേലുത്തമ്പി നടത്തിയ ചരിത്രപ്രസിദ്ധമായ കുണ്ട്ര വിളംബരം നാമെല്ലാം ഓർക്കുന്നതാണല്ലോ. വിദേശ അധിനിവേശത്തിൻ്റെയും ഗതകാല സ്മരണകളുടെയും കൊടിയടയാളങ്ങൾ പലതും ഇന്നും നിത്യസ്മാരകമായി കൊല്ലം ജില്ലയിൽ തല ഉയർത്തി നിൽക്കുന്നു. പുല്ലൂർ തൂക്കുപാലം, തങ്കശ്ശേരി വിളക്കുമാടം, കൊല്ലം തോട്, ചിന്നക്കടയിലെ ക്ലോക്ക് ടവർ, കഴുതുരുട്ടി 13 കണ്ണറപ്പാലം, ആര്യങ്കാവ് ചുരം, റോഡ് ഗേജ് ആക്കപ്പെട്ട ആദ്യത്തെ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത തുടങ്ങിയതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ രൂപമായ ഹജൂർ കച്ചേരി കൊല്ലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെടുകയായിരുന്നു. കാലത്തോട് കലഹിച്ചാണ് കൊല്ലത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മുന്നേറ്റങ്ങളെല്ലാം സാധ്യമാക്കിയതെന്നത് നാം എല്ലാം മനസ്സിലാക്കിയ കാര്യമാണ്. നവോത്ഥാന പ്രസ്ഥാനം കൊല്ലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയപ്പോൾ അതിന് അടിത്തറയിട്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളും പോരാട്ടങ്ങളും നൽകിയ സംഭാവനകളെ ചെറിയ വിവരണത്തിൽ അവസാനിപ്പിക്കാനാവില്ല. ജാതീയതയുടെയും ലിംഗനീതിയുടെയും നിരാസത്തിൻ്റെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും കൊല്ലത്തെ ഇന്നത്തെ കാലത്തേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യൻകാളിയുടെയും ഒക്കെ പ്രഭാവത്തിൽ പുതിയ യുഗത്തിലേക്ക് ഒരു തലമുറ ആകർഷിക്കപ്പെട്ടു. ആ ശക്തിയിൽ പിന്നീടുള്ള തലമുറകളും ചിറക് വിരിച്ചുയർന്നു എന്നുള്ളത് ചരിത്രമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വേലുത്തമ്പി ഉയർത്തിയ പോരാട്ടം ചരിത്രത്തിലെ സുപ്രധാന ഏടാണ്. സാമുദായിക അസമത്വങ്ങൾക്കെതിരെ സമരചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ കല്ലയും മാലയും എന്ന കല്ലുമാല സമരം അതിനും കൊല്ലം സാക്ഷിയായി. ആ ചരിത്രം ഇന്നത്തെയും നാളത്തെയും തലമുറകളെ ഓർമ്മിപ്പിക്കാനായി കൊല്ലത്ത് കല്ലുമാല സമര സ്മാരകം നിർമ്മിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.